നമ്മുടെ രേവതി ആണെങ്കിൽ ആ കിട്ടിയ ക്യാഷൊക്കെ കവറിലിട്ട് കൊണ്ടുപോവാണ്. അന്നേരമായിരിക്കും ചന്ദ്രയും രവിയും കൂടെ ഇറങ്ങി വരുന്നത്. മോളെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടല്ലോ, എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങ് പറയും, അച്ഛാ എനിക്ക് പൂവിന് അഡ്വാൻസ് കൊടുക്കാനുള്ള ക്യാഷ് കിട്ടിയിട്ടുണ്ട്, ഓട്ടോ ഇപ്പൊ വരും, ഞാൻ അതിലാ പോകുന്നതെന്ന് പറയുമ്പോൾ നിന്റെ സ്കൂട്ടർ എന്തേന്ന് ചോദിക്കുമ്പോൾ അത് കേടായിട്ടുണ്ട് അച്ഛാ, പിന്നീട് വർക്ക്ഷോപ്പിൽ കാണിക്കാന്ന് പറഞ്ഞ് രേവതി അങ്ങ് കയറി പോട്ടോ. അന്നേരം വേഗം തന്നെ രവി അറിയാതെ ചന്ദ്ര പോയിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് ഹേമയെ വിളിക്കും. അന്നേരം ചന്ദ്രമതിയുടെ കോള് കാണുമ്പോൾ തന്നെ ഹേമ ചോദിക്കും, എന്താ ചന്ദ്രമതി എന്ന്. രേവതിക്ക് എവിടുന്നോ പൈസ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഇവിടെ പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, അവളുടെ സ്കൂട്ടറിനല്ല പോയത്, ഒരു ഓട്ടോ പിടിച്ചാ. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി നീയാണ് ചെയ്യേണ്ടത്, എന്ത് വേണമെന്ന് ആലോചിച്ച് നീ ചെയ്തോ എന്ന് പറയാണ്. അങ്ങനെ ഹേമ രണ്ടാളുകളെ വിടുന്നു. രേവതി ആണെങ്കിൽ ഓട്ടോ നിർത്തി നടന്നു പോവാണ് കേട്ടോ. അന്നേരം രണ്ടാളുകൾ വന്നിട്ട് കയ്യിലുള്ള ക്യാഷ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും. രേവതിയാണെങ്കിൽ ഉന്തിയിട്ടിട്ടാണ് കേട്ടോ ആ ബൈക്കാർ പോകുന്നത് നേരെ നമ്മുടെ അച്ഛമ്മയുടെ മുന്നിലേക്കാണ്. ഇനി അതൊക്കെ കാത്തിരുന്ന് തന്നെ നമുക്ക് കാണാം.